പാലക്കാട് ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. ബി.ജെ.പി സംസ്ഥാന നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ ആഞ്ഞടിച്ച് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ. പാലക്കാട് നഗരസഭയിലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമെന്ന് പ്രമീള ശശിധരൻ. കൃഷ്ണകുമാർ പക്ഷം ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കിയെന്നും പ്രമീള ശശിധരൻ ആരോപിച്ചു. വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത കൂടുതലെന്നുള്ളത് ഇവിടെയുള്ള പാർട്ടിക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം. സ്ഥാനാർത്ഥി പട്ടികയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? ഇപ്പം പുതുതായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് 13-ലും 14-ലും, അതായത് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച 2 വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ 3 മണിവരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വിഷമം എനിക്കുണ്ടായിരുന്നു. ആ വിഷമമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. മണ്ഡലം ഇല്ല, എന്നെ അറിയിച്ചിട്ടില്ല. ഇല്ല എന്നെ സ്ഥാനാർത്ഥി നിർണയം പോലും എന്നെ അറിയിച്ചിട്ടില്ല. ഇന്നലെ 3 മണിവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. ഔദ്യോഗിക പക്ഷം കൃഷ്ണകുമാർ പക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്രൂശിക്കപ്പെട്ട ആളാണ് ചേച്ചി, അല്ലേ? അതെ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, ഏതായാലും പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ളവരെ വെട്ടിയൊതുക്കിയിരിക്കുകയാണ് സി കൃഷ്ണകുമാർ. കഴിഞ്ഞ നഗരസഭയിലുണ്ടായിരുന്ന പലരെയും വെട്ടിയൊതുക്കിയിട്ടുണ്ട്. കൃഷ്ണകുമാർ ഏകപക്ഷീയമായി തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചെന്നുള്ള ആരോപണം പ്രമീള ശശിധരൻ പറയുന്നത് ശരിയാണോ? അതുപോലെ തന്നെയാണോ അവിടെ പാലക്കാട്ട് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നടന്നിരിക്കുന്നത്? തീർച്ചയായും സിജു, വലിയ രീതിയിലുള്ള വിമർശനമാണ് സി കൃഷ്ണകുമാറിനെതിരെ നിലവിലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണായിട്ടുള്ള പ്രമീള ശശിധരൻ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഏകപക്ഷീയമായാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പട്ടിക പാലക്കാട് നഗരസഭയിൽ പ്രഖ്യാപിച്ചത് എന്ന കാര്യമാണ് പ്രമീള ശശിധരൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, താൻ നഗരസഭാ ചെയർപേഴ്സൺ ആയിരിക്കെ വലിയ രീതിയിലുള്ള അവഗണന നേതൃത്വത്തിൻ്റെ സി കൃഷ്ണകുമാർ പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും നേരിട്ടു എന്ന കാര്യവും പ്രമീള വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ വിമർശനം തന്നെയാണ് പാലക്കാട് നഗരസഭ ബി.ജെ.പിയുടെ പട്ടികയെ ചൊല്ലി ബി.ജെ.പിയിൽ ഉണ്ടായിട്ടുള്ളത്. അത് വലിയ രീതിയിലുള്ള ഒരു കലഹത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇന്നലെ നടന്ന NDAയുടെ കൺവെൻഷൻ അടക്കം തന്നെ അറിയിച്ചില്ല. തൻ്റെ വാർഡിലെ സ്ഥാനാർത്ഥിയെ ഇന്നലെ വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് തന്നെ വിളിച്ച് ഇത്തരത്തിൽ ഇന്നയാളാണ് വാർഡിൽ മത്സരിക്കുന്നത് എന്ന കാര്യം നേതൃത്വം വ്യക്തമാക്കിയത് എന്ന കാര്യവും പ്രമീള ശശിധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അവഗണനയും അധിക്ഷേപവും താൻ നേരിട്ടു എന്ന കാര്യമാണ് പ്രമീള ശശിധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മുതിർന്ന നേതാവായിട്ടുള്ള N ശിവരാജൻ, അതേപോലെ തന്നെ നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അടക്കമുള്ള സി കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്തുള്ള ആളുകളെയൊക്കെ വെട്ടിയൊതുക്കിക്കൊണ്ടാണ് പാലക്കാട്ടെ ബി.ജെ.പി പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതിനെതിരെയാണ് രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി നിലവിലെ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള പ്രമീള ശശിധരൻ രംഗത്തെത്തി. സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട് ബി.ജെ.പിയിലെ പൊട്ടിത്തെറികളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.